Hi students, today we are going to deal with some of the questions from D and F block elements. So ഇന്ന് നമ്മൾ D and F block elementsലെ കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. നമ്മൾ P block പറഞ്ഞതുപോലെ തന്നെയാണ് D and F blockലും ആ ചാപ്റ്റർ നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചോദിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ ടോപ്പിക്കുകളൊക്കെ വളരെ ഈസിയാണ്, കാരണം ആ പാഠഭാഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അപ്പം അതിലെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. എഫ് ബ്ലോക്കിൽ നിന്നും ഡി ബ്ലോക്കിൽ നിന്നുമൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോകാം. The following elements belong to second transition series is. ഇതിൽ പറഞ്ഞേക്കുന്നതിൽ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിൽ വരുന്നത് ആരാണെന്നുള്ളതാണ്. സോ നമുക്കറിയാം ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത് സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിൽ വരുന്നത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ദ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് കൺസിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഫ്രം ഏതൊക്കെയാണ്? സോ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിൻ്റെ അകത്ത് വരുന്നത് ഇട്രിയം ടു കാഡ്മിയം ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ഇട്രിയം മുതൽ കാഡ്മിയം വരുന്നതാണ് സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിൻ്റെ അകത്ത് വരുന്നത്. സോ അതിൻ്റെ അകത്ത് ഏതാണ്? നിയോബിയം, മോളിബ്ഡനം, ടെക്നീഷ്യം, റുദീനിയം. അതാണ് നമ്മുടെ ഉത്തരം. സോ ദ എലമെൻറ്റ്സ് നിയോബിയം, മോളിബ്ഡനം, ടെക്നീഷ്യം, റുദീനിയം അതാണ് സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിൽ വരുന്നത്. മനസ്സിലായോ? ഇനി ഇപ്പം പീരിയോഡിക് ടേബിൾ അറിയാമെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്കാൻഡിയം ആൻഡ് അറ്റോമിക് നമ്പർ 21 ഈസ് എ ട്രാൻസിഷൻ എലമെൻറ്റ് ബട്ട് സിങ്ക് ഈസ് ഈക്വൽ ടു 30 അറ്റോമിക് നമ്പർ ഈസ് നോട്ട്. സോ എന്താണ്? സ്കാൻഡിയം ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആണ്, സിങ്ക് ഒരു ട്രാൻസിഷൻ എലമെൻ്റ് അല്ല. അതിന് കാരണങ്ങളാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ബോത്ത് സ്കാൻഡിയം 3+ and zinc 2+ ions are colorless and form white compounds. രണ്ടാമത്തേത്, in case of scandium 3d orbitals are partially filled but in zinc these are filled. Last electron is assumed to be added to 4s level in case of zinc. Both zinc and സ്കാൻഡിയം ഡു നോട്ട് എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. അപ്പം ഇതിൽ ഈ പറഞ്ഞേക്കുന്ന കാരണത്തിൽ എന്തുകൊണ്ടാണ് സ്കാൻഡിയം ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആവുകയും സിങ്ക് ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആകാത്തത്? അതാണ് ചോദ്യം. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണ് ട്രാൻസിഷൻ എലമെൻ്റ് ആവുക? മീൻസ് ഡി ബ്ലോക്ക് എലമെൻ്റ് ആവുക. എപ്പോഴാണ് ഒരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആകുന്നത് ഒരാൾ? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നുകിൽ അതിന് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് വേണം ഇൻ ദെയർ ഗ്രൗണ്ട് സ്റ്റേറ്റ്, അല്ലെങ്കിൽ എനി ഓഫ് ദെയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിൽ അതിന് ഒരു ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ വേണം. ഇപ്പോൾ സ്കാൻഡിയത്തിൻ്റെ കേസ് എടുക്കാം. സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ആർഗൺ 3d1 4s2 ആണ്. അപ്പോൾ അവിടെ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റലാണ് സ്കാൻഡിയത്തിനുള്ളത്. ഇനി സിങ്കിൻ്റെ കാര്യം എടുത്താലോ, സിങ്ക് ആർഗൺ 3d10 4s2. അപ്പം 3d10 4s2 എന്ന് പറയുമ്പോൾ 3d10 ഉണ്ട്. അപ്പോൾ ഓൾറെഡി അതൊരു കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റലാണ് ഗ്രൗണ്ട് സ്റ്റേജിൽ. ഇനി സിങ്ക് +2 ആയാലും ഡി ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, കാരണം 2 ഇലക്ട്രോൺസ് ഫ്രം എസ് ആണ് അവിടെ പോകുന്നത്. സോ D block elements have incompletely filled d orbital in their ground state or in any of their oxidation state. അപ്പോൾ സ്കാൻഡിയത്തിൻ്റെ കാര്യത്തിൽ അത് കറക്റ്റാണ്, അതിനൊരു ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഉണ്ട്. പക്ഷേ സിങ്കിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും സിങ്കിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റലാണ്. അതിൻ്റെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായാലും ശരി, ഗ്രൗണ്ട് സ്റ്റേറ്റിലായാലും ശരി, അതിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റലാണ്. സോ ആൻസർ ബി ഈസ് കറക്റ്റ്. In case of scandium 3d orbitals are partially filled but in zinc these are filled. So now we can move to third question. Mercury is a liquid metal because it has a completely filled d orbital that prevents dd overlapping of orbitals. It has a completely filled d orbital that causes dd overlapping. It has a completely filled s orbital. It has a small atomic size. So എന്തുകൊണ്ടാണ് മെർക്കുറി ഒരു ലിക്വിഡ് മെറ്റൽ ആകുന്നതെന്നുള്ളതാണ് ചോദ്യം. സോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, അതിൻ്റെ ഉത്തരം എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ മെർക്കുറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സിൽവറി വൈറ്റ് ഹെവി ലിക്വിഡാണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ 80 ആണ്. അതിൻ്റെ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? സെനോൺ 4f14 5d10 6s2 എന്ന് വരും. സോ ഡിയുടെ കാര്യത്തിൽ
ഡി ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് മെർക്കുറിയുടെ കാര്യത്തിൽ. അപ്പോൾ അവിടെ എന്താണ് ഡി ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽസ് അത് പ്രിവെൻറ്റ് ചെയ്യും, കാരണം കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ. സോ നമ്മുടെ ഏത് ഓപ്ഷൻ വരും? ഇറ്റ് ഹാസ് എ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ദാറ്റ് പ്രിവെൻറ്റ്സ് ഡി ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽ. സോ ആൻസർ എ ഈസ് കറക്റ്റ്. So mercury is a liquid metal because it has a completely filled d orbital that prevents d overlapping of orbitals. Okay. അതാണ്. അപ്പം ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമുക്കറിയാമെങ്കിൽ ഇപ്പോൾ ഇറ്റ് ഹാസ് എ കംപ്ലീറ്റ്ലി ഫിൽഡ് എസ് ഓർബിറ്റൽ ശരിയാണ്. പക്ഷേ ഡി ഓർബിറ്റലിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും അവിടെ എന്താണ് ഡി ഓവർലാപ്പിംഗ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യും. സോ മെർക്കുറി ഈസ് that's why mercury is a liquid metal. Okay, now move to the fourth question. The bivalent ion having maximum paramagnetic behavior among the first transition series elements is the bivalent ion having maximum paramagnetic behavior. അപ്പോൾ maximum paramagnetic behavior കാണിക്കുന്നത് ആരായിരിക്കും? മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളവയായിരിക്കും മാക്സിമം പാരാമാഗ്നറ്റിക് ബിഹേവിയേഴ്സ് കാണിക്കുന്നത്. സോ ഇതിൻ്റെ എല്ലാം മാംഗനീസിന്, കോപ്പറിന്, സ്കാൻഡിയത്തിന്, ഇതിനെല്ലാത്തിൻ്റെയും ഈ സ്റ്റേജുകളിൽ, അതായത് അതിൻ്റെ 2+, അതിൻ്റെ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിൽ എത്ര നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. എത്ര നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാക്സിമം അൺപെയർഡ് ഇലക്ട്രോൺ ആർക്കാണോ അവരാണ് മാക്സിമം പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നത്. സോ ദെൻ വി ക്യാൻ മൂവ്. സോ Mn2+ എന്ന് പറയുമ്പോഴത്തേക്കും മാംഗനീസിൻ്റെ നമുക്കറിയാം ആർഗൺ 3d5 4s2 ആണ്. സോ 2+ എന്ന് പറയുമ്പോഴത്തേക്കും ആ 2 എസ്സിലുള്ള 2 പോയിട്ട് അവിടെ 4s0 ആയി. സോ മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇവിടെ എത്രയാണ്? 5 അൺപെയർഡ് ഇലക്ട്രോൺ. കാരണം D5 നമുക്കറിയാം 5 ഓർബിറ്റലുണ്ട്. അപ്പോൾ ആ 5 ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺസ് വെച്ച് നിൽക്കും, അതെല്ലാം അൺപെയർഡായിട്ട് നിൽക്കുവാണ്. സോ അവിടെ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി Cu2+, കോപ്പറിൻ്റെത് 29 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ അവിടെ ആർഗൺ 3d10 4s1 വരും. അപ്പോൾ 2+ എന്ന് പറയുമ്പോൾ ആ എസ്സിലുള്ള ഒരു ഇലക്ട്രോണും പോകും, D10 ഒരു ഇലക്ട്രോണും പോകും. സോ 3d9 4s0 ആയി. അപ്പോൾ ഇവിടെ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ വരും? ഡിയിലുള്ള 8 എണ്ണവും പെയർഡ് ആയിരിക്കും, ഒരെണ്ണം മാത്രമേ 9th ആ ഒരു ഇലക്ട്രോൺ മാത്രമേ അൺപെയർഡ് ആയിട്ട് നിൽക്കൂ. സോ അവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ. അതുപോലെ സ്കാൻഡിയം 21, ആർഗൺ 3d1 4s2. അപ്പോൾ സ്കാൻഡിയം 2+ ആകുമ്പം ആ 4s2 2 ഇലക്ട്രോൺ പോയിട്ട് 4s0 ആവും, 3d1. അപ്പോൾ അവിടെ 1 അൺപെയർഡ് ഇലക്ട്രോൺ. Cu+ ആകുമ്പോൾ 29 ഒരു ഇലക്ട്രോൺ, അതായത് 4s1 ഒരു ഇലക്ട്രോൺ പോകും. അപ്പോൾ 4s0 3d10. അപ്പോൾ അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല. സോ മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് ആർക്കാണ്? നമ്മുടെ മാംഗനീസിനാണ്. അപ്പോൾ അതായിരിക്കും മാക്സിമം പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നത്. സോ അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ പാരാമാഗ്നറ്റിക് ബിഹേവിയർ പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ക്വസ്റ്റ്യനാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് Mn2+ അയോൺ? സോ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. എന്തൊക്കെയാണ്? എന്താണ് മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? മാഗ്നറ്റിക് മൊമെൻറ്റ് μ = √n × n+2 ബോർ മാഗ്നറ്റോൺ അല്ലേ. സോ അവിടെ n എത്രയാണ്? Mn2+ അയോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Mn2+ന് എത്രയാണ് അൺപെയർഡ് ഇലക്ട്രോൺസ്? 5 അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് അവിടെ n എന്ന് പറയുന്നത്. സോ അൺപെയർഡ് ഇലക്ട്രോൺസ് 5 × 5+2 ദാറ്റ് ഈസ് 5.92 bm. ഇങ്ങനെ ഇപ്പം മാഗ്നറ്റിക് മൊമെൻറ്റ് ഫോർമുല ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, √n × n+2. സോ ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഡി ബ്ലോക്കിലുള്ള ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഡി ബ്ലോക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിരിക്കുന്നത്. സോ ഡിയും എഫ് ബ്ലോക്സും ഉണ്ട്. അപ്പം ഇതുപോലത്തുള്ള ഇപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇതുപോലത്തുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.